അപ്പൊ നമ്മുടെ സെൽവന്റെ പൊറോട്ട അടിക്കാനായിട്ടുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്താണിത് കാണിക്കണം ഈ ബോട്ടിനകത്ത് നമ്മള് അല്ലേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിൻ സ്ക്വിഡ് സമൂസ ഉണ്ടാക്കാൻ പോണ്. അതായത് നമ്മുടെ ആഴക്കടലിൽ കാണുന്ന ഒരു സ്ക്വിഡ് ഉണ്ട്, അതിന്റെ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കണേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്ന. നമ്മുടെ നാട്ടിൽ കിട്ടണേലും വ്യത്യാസം ഉണ്ടിട്ട് ഈ ഒരു സ്ക്വിഡ്, കാരണം ആഴക്കടലിൽ മാത്രം കിട്ടുന്ന സ്ക്വിഡാണിത്. ഇടക്ക് നമ്മുടെ വലയിലും കയറാറുണ്ട്. അപ്പൊ അതിനെ ചെറിയൊരു മസാലയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേണ് ഈ കാണുന്ന. കുക്കറിൽ നമ്മൾ ഓൾറെഡി അടിച്ച് പുഴുങ്ങിയെടുത്ത സാധനം, സവാള, തക്കാളി, അതുപോലെ കുറച്ച് മുളകും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണേണ്ട. അതിനുശേഷം പരത്തി വെച്ചേക്കണം മാവും കൊണ്ട് നമ്മൾ സമൂസയുടെ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വേറെ എന്തോ ഷേപ്പൊക്കെ ഉണ്ടോന്ന്. അതിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് നമ്മൾ ഈ വേവിച്ചെടുത്ത കൂന്തൽ നിറച്ചുകൊണ്ടിരിക്കണേ ഈ കാണുക. എന്നിട്ട് നേരെ ഇത് എണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കോട്ടെ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഒന്ന് രണ്ടെണ്ണമൊക്കെ സമൂസ പോലെ വന്നെങ്കിലും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കൈ കിട്ടിയ ഒരു ഷേപ്പാണ് വെച്ചാൽ മോമോസ് പോലെയൊക്കെ വെച്ച്. അപ്പം ഇന്ന് രാവിലത്തേക്ക് കഴിക്കാൻ ഇതും പിന്നെ നമ്മുടെ കഞ്ഞിയുമാണ്, അതായത് തലേ ദിവസത്തെ തണുത്ത കഞ്ഞിയുമാണ് കഴിക്കാനായിട്ട്. ആഴക്കടലിലുള്ള നമ്മുടെ ജെയിൻ സ്ക്വിഡില്ലേ, അതിനെ പിടിച്ചിട്ട് ഇത് സമൂസ ഉണ്ടാക്കാൻ വേണ്ടി കാണണം. സമൂസയും കഞ്ഞിയും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാ ഓക്കെ. കുഴപ്പമില്ല, കുറച്ച് മസാല കുറവുണ്ട്, അതും കൂടി ഉണ്ടെങ്കിൽ കലക്കാന്. കഞ്ഞിയൊക്കെ എടുത്ത് കൊള്ളാം. സ്മാർട്ട്